നമസ്കാരം. ഓൺലൈൻ ടെലി ടാക്സികൾ നമ്മുടെ ഗതാഗത മേഖലയിലേക്ക് വരുന്നത് മൂലം പരമ്പരാഗത ടാക്സികൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ ആഴ്ചയിലെ ഞങ്ങൾക്കും പറയാനുണ്ട് ചർച്ച ചെയ്യുന്നത്. തൊഴിലെടുത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രത്യേകിച്ച് മാറുന്ന തൊഴിൽ സാഹചര്യത്തിൽ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുവാനും കഴിയില്ല. എന്നാൽ പരമ്പരാഗത മേഖലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് പുതു സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതും തുറന്ന ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതാണ്. ടാക്സി ജീവനക്കാരും ഓൺലൈൻ ടാക്സി ജീവനക്കാരും തെരുവിൽ ഏറ്റുമുട്ടുന്നത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല. തൊഴിൽ സംരക്ഷണം നിലനിൽക്കുമ്പോൾ തന്നെ യാത്രക്കാർ ചൂഷണത്തിന് വിധേയരാകുന്ന സാഹചര്യം തടയപ്പെടേണ്ടതാണ്. മാറുന്ന ലോകവും തൊഴിൽ സംസ്കാരവും മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചകൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. ശാസ്ത്രീയമായി ഈ വിഷയത്തെ പഠിക്കേണ്ടതും പ്രശ്നപരിഹാരം കാണേണ്ടതും നല്ല ഒരു ഗതാഗത സംസ്കാരം ഉണ്ടാകേണ്ടതും ആവശ്യമാണ് എന്നറിയിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ തേടുകയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനായി വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള അതിഥികളെ പരിചയപ്പെടാം. കെ സുനിൽകുമാർ, ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ സിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ്. നിതിൻ നായർ, ഓൺലൈൻ ടാക്സിയായ ഊബറിന്റെ ജനറൽ മാനേജർ കൊച്ചി സ്റ്റുഡിയോയിൽ. ഒപ്പം പ്രവീൺ പരമേശ്വരൻ, മാനേജ്മെന്റ് വിദഗ്ധൻ. ശ്രീമതി പാർവതി, സാമൂഹ്യ പ്രവർത്തകർ. കേരളത്തിലെ ഒരു വലിയ വിഭാഗമാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ. പുതിയ സംരംഭമായ ഓൺലൈൻ ടാക്സികൾ വരുമ്പോൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള അവരുടെ പ്രധാന പരാതി ഉയർന്നുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ നഗരങ്ങളിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി ഈ സംഘർഷം തുടരുകയാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണ്ടേ? അവർക്കും തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതല്ലേ? ഓൺലൈൻ ടാക്സി സമ്പൂർണ്ണമായി നിരോധിക്കപ്പെടണമെന്നോ അവസാനിപ്പിക്കപ്പെടണമെന്നോ അഭിപ്രായം ഞങ്ങൾക്കില്ല. സർക്കാർ നിശ്ചയിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായ ഒരു മിനിമം ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി ഓടാനും അതുവഴി യാത്രക്കാരെ എത്തേണ്ടടുത്ത് എത്തിക്കാനും അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കുകയും ചെയ്യുക എന്നത് ഒരു സാമാന്യ മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശം ഇവിടെ ഹനിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ അവകാശം ഹനിക്കപ്പെടുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് ഇവിടെ ഇപ്പോൾ ഓൺലൈൻ ടാക്സിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയുണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ. ആ സംഘർഷങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇവിടെ യൂബർ ടാക്സി ആണെങ്കിലും യൂബർ ടാക്സി ഇപ്പോൾ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞ ഒലയുൾപ്പെടെയുള്ള ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരുന്നുണ്ട്. ഈ GPS ഉപയോഗിച്ച് ഓടുന്ന ഒരു വണ്ടിക്ക് തമ്പാനൂരിൽ നിന്ന് ഒരു സാധാരണ ഓട്ടം ആവശ്യപ്പെടുന്ന ഒരാൾ തമ്പാനൂരുള്ളൊരു വണ്ടി അവിടെ എത്തി ഓട്ടം. അവിടെ നിന്ന് ആ വാഹനം ഓടുന്ന എയർപോർട്ടിലേക്കായിരിക്കും. എയർപോർട്ടിൽ പോയി അവരവിടെ ആളെ ഇറക്കി ആ വാഹനം അവിടെ പാർക്ക് ചെയ്യും. നമ്മുടെ വണ്ടി അങ്ങനെയല്ല. ഒരു സ്റ്റാൻഡിൽ നിന്ന് അവിടെ എത്തി ഓട്ടോ എടുക്കും. എയർപോർട്ടിൽ പോകുമ്പോൾ പോയി മടങ്ങി വരുന്ന പകുതി തുക കൂടി എടുക്കും. ഓട്ടോറിക്ഷയുടെ മിനിമം ചാർജ് സർക്കാർ അംഗീകരിക്കപ്പെട്ടത് 15 രൂപയാണ്. അത് കഴിഞ്ഞാൽ ഓരോ കിലോമീറ്ററിനും 10 രൂപ വെച്ച് വാങ്ങേണ്ടതാണ്. ഇതിലധികം വാങ്ങുന്നവരും മിനിമം ചാർജ് സർക്കാർ അംഗീകരിക്കപ്പെട്ട ഫെയർ വാങ്ങുന്നവരുമുണ്ട്. എന്നാൽ യൂബർ ടാക്സിക്ക് നിലവിൽ ഏതാണ്ട് അതിൽ കുറഞ്ഞ തുകയ്ക്ക്, ഓട്ടോറിക്ഷയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് യൂബർ ടാക്സിക്ക് ഓടാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് കിട്ടുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ആവശ്യമാണ്, ഇത് ഉപയോഗിക്കേണ്ട അവകാശം അവർക്കുണ്ട് എന്ന ഒരു ഭാഗം അവർ പറയുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? അമേരിക്കയിലെ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് 2006 പ്രവർത്തനം ആരംഭിച്ച ഒരു വലിയ ഇൻ്റർനാഷണൽ ടാക്സി നെറ്റ്വർക്ക് സംവിധാനമാണ്, ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ്. ഈ സിസ്റ്റം പ്രവർത്തിപ്പിക്കുകയും അതുവഴി നമ്മുടെ നാട്ടുപ്രദേശത്തെ നമ്മുടെ ജീവിത സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയ ഓട്ടോയും ടാക്സിയും അടക്കം വരുന്ന ഈ ജീവിത മേഖലയെ പൂർണ്ണമായും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന്, നമ്മുടെ നഗരങ്ങളിൽ നിന്ന് ഒഴിവാക്കി പിന്നെ യൂബറിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെയർ സ്റ്റേജ് ആര് നിശ്ചയിക്കും? അവർ നിശ്ചയിക്കും. ഇവിടെ ഓട്ടോറിക്ഷക്കാർക്ക് സർക്കാർ ഫെയർ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാക്സിക്കാർക്ക് സർക്കാർ നിശ്ചയിച്ചു കൊടുത്ത ഫെയർ ഉണ്ട്. ഇതിലധികം വാങ്ങുന്ന ഇതാണ്. മനുഷ്യർ തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും 5 മക്കളാണെങ്കിൽ 5 സ്വഭാവമുള്ളവരുണ്ടല്ലോ. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെല്ലാം ആ തൊഴിലാളികൾ ചിലർക്കുണ്ട്. എങ്കിലും ഇവർ മിനിമം വേജ് വാങ്ങി ജീവിക്കുന്ന ഈ തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉറപ്പുവരുത്താൻ കഴിയണം. 18 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ കഞ്ഞിയിൽ പാറ്റ ഇടുന്ന ഏർപ്പാടാണ് ഓൺലൈൻ ടാക്സികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് റിട്ടേണ്ട ആവശ്യമില്ല. എവിടെ ചെന്നാലും നിങ്ങൾക്ക് സ്റ്റാൻഡാണ്, എവിടെയും നിങ്ങൾക്ക് പോകാം. പക്ഷേ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ പറയുന്ന സ്ഥലത്ത് മാത്രം നിന്ന് ആളെ എടുക്കുകയും അവിടുന്ന് തിരിച്ചെടുക്കുകയും ചെയ്യേണ്ട സാധാരണക്കാരായ ടാക്സിക്കാരുടെ സങ്കടം നിങ്ങൾ കാണുന്നില്ല. ഇതൊരു കുത്തക സമീപനമല്ലേ നിതിൻ? ഇന്ന് 534 നഗരങ്ങളിൽ 70 പരം രാജ്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ഊബർ. ഊബറിന് വേണ്ടി ഓടുന്ന ആയിരക്കണക്കിന് ഡ്രൈവർമാർ കേരളത്തിലുള്ളത് എല്ലാം സാധാരണ ഓട്ടോക്കാരെയും ടാക്സിക്കാരെ പോലുള്ള തൊഴിലാളികൾ തന്നെയാണ്. അല്ലാതെ ഊബറിനകത്ത് വണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ ആളുകളെ ശമ്പളത്തിന് നിർത്തി ഓടിക്കുന്നതല്ല. ഊബറിൻ്റെ വിജയത്തിനുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടും നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏറ്റവും നല്ല നിരക്ക് നൽകുന്നു. നിരക്ക് നൽകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത്
ഒരു സാധാരണ ടാക്സി അല്ലെങ്കിൽ പകൽ അല്ലെങ്കിൽ രാത്രി ഓടുമ്പം അത് മണിക്കൂറുകളും സ്റ്റാൻഡിൽ കിടന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓട്ടം കിട്ടുകയുള്ളൂ. GPS സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ട് ഊബറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ എവിടെ ഉണ്ടോ അതിന് ചുറ്റുവട്ടത്തുള്ള വണ്ടികളെല്ലാം കസ്റ്റമറിന് കാണാം. കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് തൊട്ടടുത്തുള്ള ഡ്രൈവറിന് കിട്ടുന്നു, ഡ്രൈവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഡ്രൈവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് തൊട്ടടുത്ത ആൾ അടുത്ത ഡ്രൈവറിന് പോകുന്നു. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊബറിനോടുന്ന ഡ്രൈവർ വെറുതെ വണ്ടി നിർത്തുന്ന സമയം വളരെ കുറവാണ്. ഒരു ദിവസം 10-12 മണിക്കൂർ ഓൺലൈൻ ആണെങ്കിൽ ഒരു 7-8 മണിക്കൂറോളം അദ്ദേഹം ട്രിപ്പിലായിരിക്കും. ആ ഒരു കാരണവശാൽ ഈ ഫെയർ കുറവാന്നേലും അദ്ദേഹത്തിന് ഒരു ന്യായമായ വരുമാനം കിട്ടും. പിന്നെ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ ഡ്രൈവർമാർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം, ഒരു പ്രസ്ഥാനം വളർന്നുകൊണ്ട് വരുമ്പം ഇതിനകത്ത് വന്ന് ചേരുന്ന ആളുകൾക്ക് ഒരു മിനിമമായിട്ടുള്ളൊരു ഒരു വരുമാനം ഇല്ലെങ്കിൽ ആളുകൾ തൊഴിലിനകത്ത് തുടരില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡ്രൈവർ പാർട്ട്ണർമാർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊരു അവർ ഡ്രൈവ് ചെയ്ത് കിട്ടുന്ന വരുമാനം കൂടാതെ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബർ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ വലിയൊരു മാറ്റമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം ഓട്ടോ തൊഴിലാളികളുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ഡ്രൈവർമാരേ ഉള്ളൂ, ലക്ഷങ്ങളിലായിട്ടില്ല. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സന്തോഷത്തോടെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നൽകുന്ന മെച്ചപ്പെട്ട സർവീസാണ്. ആ ഒരു കാര്യത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടതാണ് ഞങ്ങളുടെ ഒരു വലിയ വിജയത്തിന് കാരണം. ഊബറിന് വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ ഓട്ടോ തൊഴിലാളികളായാലും നാട്ടിലെ ടാക്സി തൊഴിലാളികളും ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് ഓടുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് ഓടുമ്പോൾ അവർക്ക് ഒരു വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് ശരിയല്ല. അവരും ഈ നാട്ടിലെ ജനങ്ങളാണ്. അവർക്കൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈവ്ലിഹുഡിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കണം. ടാക്സിക്ക് വേണ്ടി സർക്കാർ നിശ്ചയിച്ച ഫെയറിനുള്ളിലാണ് ഞങ്ങൾ ഓടുന്നത്. 150 രൂപ മിനിമം ചാർജും 12 രൂപ കിലോമീറ്ററുമാണ് സർക്കാർ പറയുന്ന ഫെയർ. ഈ നാട്ടിൽ എയർപോർട്ടുകളായാലും മറ്റ് ടാക്സികളായാലും മിക്കവാറും ആരും ഈ ഒരു കാര്യം മാനിക്കുന്നില്ല. ഈ നാട്ടിലെ ഗവൺമെൻറ് നിശ്ചയിച്ച നിരക്ക് മാനിക്കുന്ന കമ്പനികളിലൊന്നാണ് ഊബർ. അതാണ് ഞങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഊബർ അല്ലെങ്കിൽ ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ അത് എത്രമാത്രം നമ്മുടെ ഗതാഗത സംസ്കാരത്തിന്, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഒരു തൊഴിൽ സാഹചര്യത്തിന് അനുകൂലമാണ്, അനുയോജ്യമാണ്? കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ തമ്മനത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തമ്മനം സൈഡിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ നോക്കി. 4 ഓട്ടോറിക്ഷ ശ്രമിച്ച്. അപ്പോൾ ഒന്നെങ്കിൽ അവർ പറയില്ല ആ വഴിക്ക് പോകില്ല, അല്ലെങ്കിൽ അവർ പറയും അത് രാത്രി ആയതുകൊണ്ട് ഇരട്ടി പൈസ വേണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ കറങ്ങിപ്പോണം ഇങ്ങനെ കറങ്ങിപ്പോണം. മറ്റത് ചോദ്യങ്ങൾ ഉത്തരവൊന്നും ഇല്ലല്ലോ. നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ഞെക്കിയപ്പം നിമിഷ നേരം കൊണ്ട് 3 മിനിറ്റ് കൊണ്ടാണ് ടാക്സി വരികയും ഞാൻ അവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഉപഭോക്താവിന് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ഇല്ല. ശ്രേയ ഘോഷൽ വന്നപ്പോൾ എല്ലാവരും ശ്രേയ ഘോഷലിൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു. യേശുദാസ് വന്നപ്പോൾ എല്ലാവരും യേശുദാസിൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു. ഇത് നല്ലത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ വേറെ തിരഞ്ഞെടുക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ സ്ഥിരമായിട്ട് ഈ വലിയ കമ്പനികളിൽ പോയി അല്ല വലിയ കടകളിൽ പോയി മീൻ വാങ്ങിക്കേണ്ടി വരികയും പച്ചക്കറി വാങ്ങിക്കുകയും ചെയ്യുന്നതിന് എതിർപ്പുള്ള ഒരാളാണ്. കാരണം നമ്മളൊരു കൊച്ചു കടയിൽ പോകുമ്പോൾ അവരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. അവിടുത്തെ ആ ചേച്ചിയുടെ അവരുടെ വീട്ടിലെ മക്കൾ വളരുന്നോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും കേട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതത്തിലെ കാര്യവും കേട്ട് നമ്മളൊരു ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ആ കടയിൽ തന്നെ പോകണം എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം നമുക്ക് ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, എപ്പോഴെല്ലാം കയറിയിട്ടുണ്ടോ വഴക്കിടാതെ അവിടെ നിന്ന് പോരാനും കഴിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് 1-2 പറഞ്ഞ് ചീത്ത പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവസാനം അവർ നമ്മളെ പ്രാഗി നമ്മൾ അവരെ പ്രാഗി ഭഗവാൻ ഇതിനകത്ത് കയറിയല്ലോ എന്ന് പറഞ്ഞ് ചീത്തയും പറഞ്ഞിട്ടല്ലാതെ അവിടെ നിന്ന് പോരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു മാന്യം എല്ലാവരും ആണെന്ന് പറയുന്നില്ല. കോഴിക്കോട് ഞാൻ പറയുകയില്ല, കോഴിക്കോട് ആവശ്യമില്ല ഊബറിൻ്റെ കാര്യം. അവിടെ പോയി കഴിഞ്ഞാൽ അത്ര മാന്യമായിട്ടാണ് നമ്മളോട് ഓട്ടോറിക്ഷക്കാർ. നമ്മൾ സന്ധ്യയായി പോയാൽ വെയിറ്റ് ചെയ്യാം, ഇല്ല വെയിറ്റ് ചെയ്യണ്ട, അരമണിക്കൂർ എടുക്കും, ഇല്ല വെയിറ്റ് ചെയ്യാം, വേണ്ട ഞങ്ങളിവിടെ നിന്നോളാം, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഈ വഴിയിൽ ബസ് വരില്ല എന്ന് പറയും. നാളെ ഇവർ ഈ വിപണി മുഴുവൻ കിടക്കി ബാക്കി എല്ലാവരും മാറിക്കഴിഞ്ഞ് ഇവർക്ക് തോന്നുന്ന റേറ്റും ഈ രീതികളുമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതൊരു ഈഫാണ്, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. പക്ഷേ അങ്ങനെ ഒരു ആശങ്ക വന്നുകൂടാതെ ലോക്കലായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ നന്മ ഓട്ടോ അവരുടെ ഒരു സംഘം, അതിൻ്റെ ഫിറോസ് എന്നാണ് അതിൻ്റെ ആ നടത്തിപ്പ് ആളുടെ ജനം എന്തോന്നോ ഒരു ഓട്ടോ, ജനം പേര് കൃത്യമായിട്ട് ഞാൻ അവരത് ആലോചിക്കുമായിരുന്നു. അവരുടെ ഓഫീസിൽ ഞാൻ പോയിരുന്നു. അവരിതുപോലെ GPS സംവിധാനമാണ്, ലോക്കലാണ്, കാലിഫോർണിയയിലെ ഓഫീസല്ല, ചെന്നൈയിലാണ് ഓഫീസ്. അവരുടെ ആൾക്കാർക്ക് വരുന്ന രജിസ്റ്റർ ചെയ്യാം, അവർക്ക് 10,000 രൂപ മാസം ഒരു ശമ്പളമായിട്ടും കിട്ടും, അല്ലാതെ ഓടുന്നതിൻ്റെ കമ്മീഷനും കിട്ടും. ഇത് ലോക്കലി തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ്.
നമുക്കും അങ്ങനെ പ്രൈവറ്റായിട്ട് ഒരു ബിസിനസ് തുടങ്ങാവുന്നതേ ഉള്ളൂ. നമ്മുടെ സർക്കാരിന് ഈ ഓരോ പ്രാവശ്യവും പെട്രോളിന് വില കൂട്ടുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഉപഭോക്താക്കൾ വായി നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയും ഇവർ ഒരു ദിവസത്തേക്ക് പിന്നെ ഹർത്താൽ നടത്തും, പൈസ കൂട്ടും. പിന്നെ പെട്രോളിന് വില കുറഞ്ഞാൽ ഇത് കുറയപ്പെടുന്നില്ല. അപ്പോൾ ഇത്രയും നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു പ്രായമായ സ്ത്രീ കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ 20 രൂപ കൊടുക്കേണ്ടി വരികയാണ്. 15 രൂപയാണ് റേറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇന്ന് വരെ 20 രൂപയെ കുറഞ്ഞ് കൊടുത്തിട്ടേ ഇല്ല, ഇന്ന് വരെ അവർ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ പിന്നെ ആ ഒരു സംവിധാനം വളരെ മാന്യമായി നടക്കുന്ന മറ്റൊരു തരത്തിൽ മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അതിപ്പോൾ ഇത്രയും 18 ലക്ഷം പേരുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ട് ഗവൺമെൻറ് തന്നെ ചെയ്യാം, ഇവർക്ക് തന്നെ ചെയ്യാം, അത് ചെയ്താൽ മതി.